ഒന്ന് പെട്ടെന്ന് അടിക്കാമോ? പെട്രോൾ പോലും ഇപ്പൊ കൂടൂട്ടാ. ഇന്ന് എത്ര പൈസ കൂടിയാവോ? ആ ഒന്നും ചോദിക്കാൻ പാടില്ല. ഹലോ, ആകാശ് ഇറങ്ങിയോ? ആ ഞങ്ങൾ ഇറങ്ങി. ദേവദാസ് അങ്കിള് ഡീസൽ അടിച്ചോണ്ടിരിക്കുക. അപ്പൊ നീ അച്ഛന്റെ കൂടെ അല്ലേ പോയത്? ഞാൻ പറഞ്ഞതല്ലേ അച്ഛന്റെ കൂടെ പോകാവൂന്ന്. ഞാൻ അച്ഛന്റെ ഒപ്പം തന്നെ പോണം. നീ എത്ര ഹേർട്ട് ചെയ്താലും നിന്റെ കൂടെ വരാൻ അച്ഛൻ ഓക്കെ പറഞ്ഞതല്ലേ. ഹീസ് വെരി ഗ്രേറ്റ്. ആരാണ് ഇത്രയ്ക്ക് ഗ്രേറ്റ്? അമ്മ കാരണം ഫോൺ പൊട്ടിച്ചില്ലേ, അവരാ. അതിന് പുതിയ ഫോൺ വാങ്ങാന്ന് പറഞ്ഞല്ലേ, അതങ്ങ് കൊടുത്തേക്കാം. ഹലോ, കഴിക്ക. ശരി ശരി, ഞാൻ പിന്നെ വിളിക്കാട്ടോ. മലയാളി ചാവി കിടാ, ഞാൻ വിളിക്കാം. മാറിയിട്ട് പോയേ, മാറ്. അല്ല മലയാളി, പനി ആയതുകൊണ്ട് ബ്രാൻഡിൽ പെപ്പർ ഇട്ടൊരു പിടി പിടിച്ചതാ. പനി വന്നാ ബ്രാൻഡി. അപ്പൊ പച്ചവെള്ളം എപ്പോഴാ കുടിക്കുന്നത്? പച്ചവെള്ളം ചേർത്തല്ലേ അടിക്കണേ മുതലാളി. അങ്ങോട്ട് മാറിയിരിക്കണം. ഹലോ പറയടാ രാക്കി. മുതലാളി, മുടിച്ചൊരു ചെലവില്ലേ? സ്ഥലം നമുക്ക് തരാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ പറ്റില്ലെന്ന് പറയാ. ചോദിച്ചപ്പോ ചേട്ടനോ അനിയനും സമ്മതിക്കില്ലെന്ന്. ഈ സ്ഥലം വിൽപ്പനയ്ക്ക് മാത്രം എവിടെ നടാ ചേട്ടനോ അനിയനൊക്കെ വരുന്നത്? അത് അവന്റെ അപ്പനോട് നീ ഫോൺ സംസാരിക്കും. മുതലാളി, എനിക്ക് അതൊന്നും അറിയില്ല. ഒരു 10 മിനിറ്റ് വന്നിട്ട് പോയാൽ പ്രശ്നമെല്ലാം സോൾവ് ആവും. അച്ഛാ, വിവരമില്ലാത്തവനെ എന്നെ വിളിച്ചു മുതലാളി. ഞാൻ ആകാശിനൊപ്പം പോണ്ടിച്ചേരി വരെ പോകുന്നു പറഞ്ഞല്ലടാ. മുതലാളി, നിങ്ങൾ വരാതിരുന്ന കൊടുത്ത അഡ്വാൻസ് കയ്യിൽ നിന്ന് പോകും. ഒരു 5 മിനിറ്റ് പോകുന്ന വഴിയല്ലേ. മുതലാളി, നിങ്ങൾ നേരെ സ്പോട്ടിലേക്ക് വിട്ടോ. ഞാൻ ആകാശിനെ കൂട്ടി ബോംബെ വിട്ടോളാം. ബോംബെ പോണ്ടിച്ചേരിക്കാടാ പോണ്ടത്. അങ്ങനെ തെളിച്ചു പോരാ മുതലാളി. ഹലോ ആകാശ് അവിടെ എത്തിയോ? ഇതുവരെ ചെന്നൈ എത്തിയിട്ടില്ല. അതെന്താ? അതിനിടയ്ക്ക് എന്റെ അച്ഛന് ഒരു ബിസിനസ് ഡീൽ വന്നു. പോകുന്ന വഴിയിൽ എന്ത് ബിസിനസ്? വേറെ എന്ത്, അടിപിടി തന്നെ. അതാണല്ലോ അച്ഛന്റെ മെയിൻ ബിസിനസ്. 5 മിനിറ്റിൽ വരാന്നും പറഞ്ഞു പോയതാ. ഇപ്പൊ തന്നെ 2 മണിക്കൂർ. ആ, ബിസിനസ് സ്റ്റാർട്ടായി. ഇനി 5 മിനിറ്റിൽ തീരും. ചേട്ടാ, എല്ലാത്തിനും ഇവനാ കാരണം. അച്ഛന് രഹസ്യ ഭാര്യയിൽ ഇങ്ങനെ ഒരു മകനുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. പെട്ടെന്ന് അനിയനാന്നും പറഞ്ഞ് അവകാശവാദവും പറഞ്ഞു വന്ന് ഈ സ്ഥലം വിൽക്കാനും സമ്മതിക്കുന്നില്ല ചേട്ടാ. ആരുടെ രഹസ്യപരയുടെ മോൻ? എന്റെ അമ്മ അച്ഛനോട് ഇഷ്ടപ്പെട്ട ചോദിച്ചതാ. നിന്റെ അമ്മയോടെ എന്റെ അച്ഛനെ വളച്ചോണ്ട് പോയത്. ആരാരെ വെച്ചോണ്ടത് എനിക്ക് തരാം. ഒപ്പിടാൻ ദാസേ, ഇത്ര വേഗം പോണ്ടിച്ചേരിലെത്തിയ ഭയങ്കര സ്പീഡാ നിങ്ങട്ടാ. അച്ഛാ, ഡ്രസ് ഒന്നും ചേഞ്ച് ചെയ്യണ്ട. ഇറങ്ങിയിട്ട് 2 മണിക്കൂറായില്ലേ. വിഷമിക്കാതടാ, നമ്മൾ ടൈമിന് എന്നോട് സമയത്തിനാണെങ്കിൽ ഹെലികോപ്റ്റർ വിളിക്കേണ്ടി വരും. രാക്കി, വിളിച്ചോ മുതലാളി? വേഗം ഒരു ഹെലികോപ്റ്റർ അറേഞ്ച്. എന്തിനു മരുന്നടിക്കാനാ മുതലാളി? കൊച്ചു മുതലാളിക്ക് കളിക്കാനാടാ. ഇവിടെ ഫാൻസി ഷോപ്പ് എവിടെയുള്ള? പോയി ചെറുതൊന്നും വാങ്ങിയോ, കിട്ടുകൾ കളിച്ചോ. ചേട്ടാ, പോടാ. അയ്യോ, അടുത്ത് ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ ഹെലികോപ്റ്റർ ഇറക്കാൻ പറ. പെട്ടെന്ന് പോണ്ടിച്ചേരി. അപ്പൊ ഇത് പോണ്ടിച്ചേരി അല്ലേ? അല്ല, വേളച്ചേരി. മാറ്. മുതലാളി, നമുക്കൊരു ഹെലികോപ്റ്റർ മേടിച്ചാലോ? അതിന് ഞാൻ തന്നെ ഡ്രൈവർ ആയിക്കൊള്ളാന്നേ. അത് ഡ്രൈവറല്ല, പൈലറ്റ് ദാസങ്കൾ. ഹലോ, ഫംഗ്ഷൻ തുടങ്ങാറായോ? അത് അവിടെ എത്തിയാലല്ലേ അറിയൂ. ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങിയിട്ടില്ല. ഓൾറെഡി ലേറ്റാ. ഇനി സമയത്തിന് എത്തണമെങ്കിൽ പറന്ന് തന്നെ പോണം. പറക്കാനാ പോകുന്നേ. അതിനച്ച് ഹെലികോപ്റ്റർ വരാൻ പറഞ്ഞിട്ടുണ്ട്. ഹെലികോപ്റ്ററാ? റിയലി? മുതലാളി, ഹെലികോപ്റ്റർ വന്നോട്ടാ. ആ, അർണോൾഡ് ഹെലികോപ്റ്റർ ആയിട്ട് വരുന്നുണ്ട്. ഞാൻ നിന്നെ പിന്നെ വിളിക്കാം. മമ്മി, ആകാശിനെ അവന്റെ അച്ഛൻ ഹെലികോപ്റ്ററിൽ കൊണ്ടുപോകാൻ പോവാ. സച്ച് എ ലക്കി ബോയ്, നോ? സച്ച് എ ലക്കി ബോയ് അല്ലേ? ഇങ്ങനെ പോയല്ലേ റോക്കറ്റിലായിരിക്കും അവനെ അയക്കുക. ഏയ് അർണോൾഡ്, ഞാനും മുതലാളി ഇവിടെ നിൽക്കണേ. ഞങ്ങളെ കാണണ്ട. ആരുടെ നേരത്ത് ഫോൺ വിളിക്കണേ? നാശം പിടിക്കാൻ. ആ മുതലാളി, അർണോൾഡ് വിളിക്കണേ. ഹലോ എടാ അർണോൾഡ്. ഏയ് അർണോൾഡ്, ഹെലികോപ്റ്റർ ഇവിടെ ഇറക്കണേ. ഏയ് അർണോൾഡ്, ഹെലികോപ്റ്റർ ഇവിടെ ഇവിടെ. ആ മേലെ കിടക്കുന്ന ഫാൻ ഓഫ് ചെയ്ത് പറയടാ. ഇതെവിടൊക്കെ പോണേ? മുതലാളി, അവൻ നമ്മളോട് തന്നെ പോണ്ടിച്ചിരിക്കുവാ. എടാ ഇങ്ങോട്ട് വാടാ. അയ്യോ, നീ വേറെ വഴിക്കാ പോണേ. ഇങ്ങോട്ട് വാടാ. അയ്യോ എടാ അർണോൾഡേ,
എടാ എന്താണ് ഈ വണ്ടി കൊണ്ടുവന്നേക്കണേ? കുഴപ്പമില്ല, ഇത് നല്ല ഐഡിയ തന്നെ. അങ്ങനെ പറ മുതലാളി. മുതലാളി ഹെലികോപ്റ്റർ കൊണ്ടുവരാൻ പറഞ്ഞു, ഇവ ശവവണ്ടി കൊണ്ടുവന്നേക്കണേ. എടാ ഇത് ഡെഡ് ബോഡി കയറുന്ന വണ്ടിയാടാ. മീൻ വണ്ടിയെ കൊണ്ടുവരണ്ടിരുന്നേ. ഇപ്പൊ അർജന്റായിട്ട് സ്പീഡിൽ പോകാൻ പറ്റിയ ഒരേ ഒരു വണ്ടി ഇതാ. ട്രാഫിക് സിഗ്നല് പോലീസ് നോണ്ട് ഒരു പ്രശ്നവുമില്ല. സ്റ്റാർട്ട് ചെയ്ത് വിട്ടെങ്കിൽ പോവാ. കിടന്ന് ചിലക്കാതെ വണ്ടി കയറാം. ഓക്കെ മുതലാളി. അച്ഛൻ ഞാൻ പുറകെ ഇരിക്കാം. ശരി, കയറി. ഹലോ ആകാശ് ഹെലികോപ്റ്ററിൽ കേറിയോ? അതെ, ഞങ്ങളിപ്പോ പറന്നോണ്ടിരിക്കുക. ആരൊക്കെയാ? ഞാനും അർണോൾഡ് എന്ന് പറയുന്ന അംഗസ്വാമി. ദാസ് എന്ന ദേവദാസ്. അതല്ല, ഹെലികോപ്റ്ററിൽ സിഗ്നൽ കിട്ടില്ലല്ലോ. അപ്പൊ നിങ്ങൾ ഇനി മുകളിലേക്ക് പോയില്ലേ? ഞങ്ങൾ ഇതുവരെ മോളിൽ പോയില്ല. ഓൾറെഡി ഒരു മോളിൽ പോയി. ശരി ശിവാനി, ഞാൻ നിന്നെ പിന്നെ വിളിക്കാം. ചേച്ചി ബോഡി കാണുന്നു. ഭർത്താവ് മരിച്ചാൽ അടങ്ങുന്നുണ്ടോ നോക്ക്. ഈ ബോഡിയാ പറഞ്ഞ മോമോട്. അല്ല എങ്ങനെയാ മരിച്ചേ? സിം കാർഡ് വിഴുങ്ങി. എന്നിട്ട് ഗവൺമെന്റിനെ പേടിച്ച് ആധാർ കാർഡും കൂടി വിഴുങ്ങിക്കളഞ്ഞു. അടിപൊളി. അല്ല ആധാർ കാർഡ് എന്തിനാ വിഴുങ്ങിയേ? എടാ ഇപ്പൊ സർക്കാരല്ല ആധാറുമായിട്ട് ലിങ്ക് അല്ലേ പറയണേ. ഇവൾ ആരെ വിളിക്കുന്നത്? ഭർത്താവ് മരിച്ചിട്ട് കൂസിലില്ലല്ലോ. ആരെ ചേച്ചി വിളിക്കുന്നേ? സെൽഫോൺ കമ്പനിക്കാ. എന്തിനാ? സിം കാർഡ് വിഴുങ്ങിയില്ലേ, ആ അത് പെട്ടെന്ന് ക്യാൻസൽ ചെയ്യണ്ടേ? ഇല്ലെങ്കിൽ മാസം മാസം ബില്ല് വരില്ലേ? അതും ശരിയാ. ഇങ്ങനത്തെ ഒരുത്തിയാണല്ലോ കെട്ടിയത്. വിവരം കെട്ടവൻ. വെൽക്കം മിസ് കല്യാണി. ആരാ? ആ പ്രിയങ്ക ചോപ്ര. എന്തു സോപ്പട? പ്രിയങ്ക ചോപ്രയാടാ. പ്രിയങ്ക ചോപ്ര അല്ല. അതുപോലെ തന്നെ ഹിന്ദി നടിയാന്നാ പറഞ്ഞ. നടിയ മലയാളി. വാ പോയി നോക്കാം. ശരി, നമുക്ക് പോവാം. മാഡം ഒരു മിനിറ്റ്. മാഡം, നിങ്ങൾ ഒരാളുമായി ഇഷ്ടത്തിലാണെന്ന കാര്യം സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. അത് സത്യമാണോ? അതെ, ഞാനൊരാളെ സ്നേഹിക്കുന്നത് സത്യമാണ്. സിനിമയായിട്ട് ബന്ധപ്പെട്ട ആളാണോ മാഡം? അല്ല, ആളൊരു ബിസിനസ്മാൻ, വിഡോവർ, ഒരു കുട്ടിയുണ്ട്. തള്ളലടാ, നമുക്ക് അതിലേ പോവാം. തള്ളലേടാ, മാറാ. വഴിതാടാ. ചേച്ചി ഒന്ന് വഴി മാറുതാ. ഒന്ന് മാറി. വഴി മാറുതാ. മാറ് മാറ്. ആ ഈ കാറിന്റെ മുകളിൽ കൂടെ കയറി പോയാലോ? അവിടെ മൊത്തം ബ്ലോക്കാ. നമുക്ക് ഈ കാറിന് അതോട് പോവാം. അച്ഛാ ഇത് അവര് വന്ന കാറാച്ചാ. അതുകൊണ്ട് എന്താ ഒരു കുഴപ്പമില്ല. വാ. അതും നല്ലൊരു ഐഡിയ. കല്യാണം കഴിഞ്ഞ് അഭിനയിക്കോ മാഡം? അതിന് നിങ്ങളുടെ ഭാവി വരൻ സമ്മതിക്കോ മാഡം? ആളെപ്പോഴും എന്റെ പിന്നാലെ തന്നെ ഉണ്ടാവും. പറഞ്ഞ പോലെ അവര് പുറകെ തന്നെ ഉണ്ടല്ലോ. അല്ല, ഇത് നമ്മുടെ വ്യവസായ പ്രമുഖൻ രംഗസ്വാമിയുടെ മകൻ ഭാസ്കരൻ. മാഡം, സാറ് വന്നിട്ട് ഒരുമിച്ച് കയറാം. സാർ ഒരു മിനിറ്റ്. നിങ്ങളും കല്യാണിയും തമ്മിൽ ഇഷ്ടത്തിലാണ് കേട്ടല്ലോ, സത്യമാണോ? കല്യാണിയോ? അതായത് നമ്മുടെ കല്യാണിയുടെ കാര്യം. അതിങ്ങനെ വെറുതെ നാട്ടുകാർക്ക് മുഴുവൻ അറിയാവുന്നല്ലേ, വെറുതെ പേടിക്കാണ്ട് പറയേ. എനിക്കിത് പേടി. എന്നാ പറ. നിങ്ങൾ കേട്ട കാര്യം സത്യം തന്നെ. എത്ര നാളായി തുടങ്ങിയിട്ട്? എത്ര നാളായി തുടങ്ങിയിട്ടെന്ന്? ഒരുപാട് നാളായി. എപ്പോഴാ തുടങ്ങിയെന്ന് ഓർമ്മയുണ്ടോ? അത് കുറെ നാൾ മുമ്പ് എന്റെ വൈഫ് മരിച്ചുപോയി. അപ്പൊ തുടങ്ങിയതായിരുന്നു. മുതലാളിയുടെ മനസ്സ് വിഷമിച്ച കല്യാണിനെ വേണമെന്ന് എന്നോടാ പറയാ. പാതിരാത്രി ആയാലും ശരി, എങ്ങനെയെങ്കിലും എത്തിച്ചു കൊടുക്കും ഞാൻ. നിങ്ങളുടെ കല്യാണം എപ്പോഴാ? നേരത്തെ കല്യാണം കഴിഞ്ഞ പറഞ്ഞില്ല, ആവശ്യമില്ല ചോദിച്ചോണ്ടിരിക്കണം. ഒന്ന് പോടോ. പോവാ മുതലാളി. കല്യാണം കഴിഞ്ഞെന്നല്ലേ പറഞ്ഞേ? വിവാഹം രഹസ്യമായിരിക്കുമോ? VIP call sound. അച്ഛാ നിക്കച്ചാ. അച്ഛാ നമ്മൾ സ്റ്റേജിലല്ല, താഴെ ഇരിക്കണ്ടേ? നോ നോ, നിങ്ങൾ രണ്ടുപേരും സ്റ്റേജിൽ മാഡത്തിന്റെ അടുത്ത് തന്നെ ഇരിക്കും. വാടാ. നമസ്തേ. Thank you. Hi. ഹായ്. What's your name? ആകാശ്. ഗുഡ് Acha. ഈവനിങ്. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഈ പരിപാടി ഏറ്റവും മനോഹരമാക്കാൻ
നമ്മുടെ Can I പ്രിയപ്പെട്ട take a നടി selfie with കല്യാണി Yes, of എത്തിച്ചേർന്നിട്ടുണ്ട്. അവരുടെ സാന്നിധ്യത്തിൽ ഞങ്ങൾ അഭിമാനം കൊള്ളുന്നു. ഇനി നിങ്ങളോട് സംസാരിക്കുന്നത് നമ്മുടെ ചീഫ് ഗസ്റ്റ് മിസ് കല്യാണി. Yeah. Good evening, everybody. First thing I like to say, it's a huge pleasure for me to be here and distribute the prizes for all the winning students in the evening. ഹലോ, എടാ നിന്നെ ടിവിയിൽ കാണിക്കുന്നു. I also Really? want to congratulate ഞാനിപ്പോ the ഫിലിം victors സ്റ്റാർ who കല്യാണിയുടെ worked കൂടെ ഉള്ളേ. hard അവരുടെ കൂടെ ഞാൻ to സെൽഫി ഒക്കെ achieve എടുത്തു. the goals. നടി കല്യാണി വിവാഹം കഴിക്കാൻ പോകുന്നത് ആര് എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടിക്കഴിഞ്ഞു. അത് പ്രമുഖ ശരി, വ്യാപാരിയായ നിന്റെ അച്ഛൻ രംഗസ്വാമിയുടെ മകൻ ആക്ട്രസ് ഭാസ്കറാണ് കല്യാണിയെ നടി കല്യാണം കല്യാണി കഴിക്കാൻ വിവാഹം കഴിക്കാൻ പോകുന്നെന്ന്. പോകുന്നത്. I'm very happy to congratulate the parents achieving students. ആരാ പറഞ്ഞേ? ടിവിയിൽ കണ്ടതാ. ഭാസ്കറും ആദ്യം കല്യാണിയുമായി ഫോൺ എടുത്ത് ന്യൂസ് കാണ്. പോണ്ടിച്ചേരിയിൽ നോക്ക്, നടന്ന ഒരു award നിന്റെ ഹീറോ ദാന കറക്റ്റ് ആയിട്ട് ഹീറോയിനെ തന്നെ പിടിച്ചു. ഭാസ്കർ ഈ കാര്യം പാവ ഹീറോയിൻ അല്ലേ? award ദാന ചടങ്ങിൽ Being successful in academics നിങ്ങൾ and ഒരാളുമായി getting ഇഷ്ടത്തിലാണെന്ന good കാര്യം grades സോഷ്യൽ is മീഡിയയിൽ the വൈറലാണ്. dream of അത് every സത്യമാണോ? student. അതെ, They need ഞാനൊരാളെ to സ്നേഹിക്കുന്നത് achieve സത്യമാണ്. their നിങ്ങൾ goals കല്യാണി and തമ്മിൽ be ഇഷ്ടത്തിലാണ് successful in സത്യമാണ്. life. To the students, ഇതെപ്പോഴാണ് ഈ വീഡിയോ all എടുത്തത്? the stars ഇത് of വീഡിയോ അല്ല, ടി.വി. ന്യൂസാ. your journey through നടി കല്യാണി വിവാഹിതയായി. വ്യവസായ പ്രമുഖൻ രംഗസ്വാമിയുടെ മകൻ which ഭാസ്കറുമായാണ് was നടി dedication, hard work വിവാഹിതയായത്. and ഇക്കാര്യം willingness to ഇരുവരും push മാധ്യമങ്ങൾക്ക് beyond മുമ്പിൽ your comfort zones. നടി കല്യാണി രംഗസ്വാമിയുടെ മകൻ Thanks to ഭാസ്കർ all തമ്മിൽ dedication രഹസ്യ to വിവാഹം your കഴിച്ചതായി ഭാസ്കർ teachers തന്നെ and to the celebrities. എന്റെ മോനം പോവാ. രംഗസ്വാമിയുടെ മകൻ രംഗസ്വാമി, സൺ ഓഫ് രംഗസ്വാമി. കൂടി എന്റെ പേരും ചേർന്നല്ലേ വരുന്നേ. പേപ്പറിൽ തിരുത്തി കൊടുത്താലോ മുതലാളി? എന്താന്ന്? വ്യവസായി ഭാസ്കരൻ രംഗസ്വാമിയുടെ മകനല്ലെന്നോ? ഡാ, ഈ നാണം കെട്ട കാര്യം ചെയ്യാൻ വേണ്ടിയാണോ ഈ കുരങ്ങന്മാരെല്ലാം കൂട്ടിക്കൊണ്ട് നീ ഓണിച്ചേരിക്ക് പോയത്? എടുക്കടാ അങ്ങോട്ട്. ഹലോ ഹലോ, ഭാസ്കർ സാറുണ്ടോ? ഞാൻ ആക്ട്രസ് കല്യാണി മാഡത്തിന്റെ മാനേജരാ. ഭാസ്കർ സാറിനോട് സംസാരിക്കണമെന്ന് പറഞ്ഞു മാഡം. ഇപ്പൊ സംസാരിക്കാൻ പറ്റൂല, മുതലാളി തെറിയേക്കുന്ന തിരക്കില്ല. നിങ്ങളുടെ മാറ്ററാ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ആരുടെ ഫോണില്? ഇതാ നോക്ക് മുതലാളി, ഒരാൾ ഫോണിൽ സംസാരിക്കുമ്പോ ആരാ എന്താന്ന് ചോദിക്കാൻ പാടില്ല. അങ്ങനെ ചോദിച്ചാൽ അത് മാനേഴ്സും ഇല്ല എന്നാ. അങ്ങനെയാണ് കൊച്ചു മുതലാളി പറഞ്ഞിരിക്കുന്നത്. ഹലോ ഹലോ, ഞാൻ ആക്ട്രസ് കല്യാണിയാണ്. എന്തിനാണ് ഇങ്ങനെ ഒരു നുണ പറഞ്ഞ് എനിക്ക് ചീത്ത പേര് വാങ്ങി തന്നത്? ഞാൻ ഭാസ്കർ അല്ല, ഭാസ്കറിന്റെ അച്ഛൻ രംഗസ്വാമിയാണ്. അതൊരു ചെറിയ തെറ്റ് പറ്റിയതാണ്. നിന്റെ പേരിൽ ഒരു ബിയർ ഉണ്ടല്ലോ, അതേ പറ്റിയാണ് എന്റെ മോൻ സംസാരിച്ചത്. അത് ഈ മീഡിയക്കാരും മറ്റുള്ളവരും തെറ്റിദ്ധരിച്ചതാണ്. ഇപ്പൊ എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം? എന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ആള് എന്നെ തെറ്റിദ്ധരിച്ച് ഈ കല്യാണമേ വേണ്ടെന്ന് പറഞ്ഞു. വിഷമിക്കേണ്ട മോളെ, ഈ കാര്യം കൊണ്ട് നിന്റെ കല്യാണം മുടങ്ങില്ല. നിങ്ങൾ രണ്ടുപേരും കല്യാണം നടത്തി തരേണ്ടത് എന്റെ ബാധ്യതയാണ്. ഓക്കെ, താങ്ക് യു സർ. അങ്ങനെ സ്ട്രോങ് ആയിട്ട് തീരുമാനം എടുക്കും മുതലാളി. വലിയ മുതലാളിക്ക് എന്ത് ബുദ്ധിയല്ലേ മുതലാളി? കല്യാണി കുടുംബം സാധാരണ കുടുംബമല്ല. അമ്മ മുസ്ലിം, അച്ഛൻ പഞ്ചാബി, ചേട്ടൻ ക്രിസ്ത്യാനി. പക്ഷെ കല്യാണി മാത്രം പക്ക ഹിന്ദു. ഫാമിലിയെ നാഷണൽ പെർമിറ്റാ മുതലാളി. ഇങ്ങനത്തെ മരുമകളെ നമ്മുടെ വീട്ടിലേക്ക് വരണ്ട മുതലാളി. ഒറ്റ ചവിട്ടിന് മോന്തര ഷേപ്പ് മാറ്റും. എടാ, ഇവരെ തല്ലുന്ന കാര്യം പിന്നെ ആവട്ടെ. ആദ്യം ആ നടിയാ കല്യാണം കഴിക്കാനിരിക്കുന്ന പയ്യനെ കണ്ട് അവന്റെ കാലം വീണ്ടായാലും നടന്ന സംഭവം പറഞ്ഞ് അവരെ ഒന്നാക്കാൻ നോക്കാം. അവളെ ലവർ എവിടെയെങ്കിലും കൈയും കാലം ഒടിച്ച് കൊണ്ടുവരാ. വാ. ആദ്യം ഊമാരുടെ കയ്യും കാലും തല്ലി ഒടിച്ചിട്ട് നീ തന്നെ പോകാൻ നോക്കാം. ഭാസ്കർ സാർ, നിങ്ങൾ പെട്ടെന്ന് സിദ്ധാർത്ഥിനെ കാണാൻ വന്നതിന് കാരണം എന്ന് പറയാമോ? ഭാസ്കർ സാർ, നിങ്ങളും കല്യാണിയും തമ്മിലുള്ള സ്നേഹബന്ധത്തെ എതിർത്ത മുൻകാമകൻ സിദ്ധാർത്ഥിനെ തനിയെ കാണാൻ വന്നത് സമാധാന ചർച്ചയ്ക്കോ അതോ വിരട്ടാനോ? സിദ്ധാർത്ഥ് ഞാൻ ഒരുമിച്ച് വന്നതിനുള്ള മറുപടി പറയാം. കല്യാണിയെ തനിക്ക് വിട്ടുതരണമെന്ന് പറയാൻ ഭാസ്കർ നേരിട്ട് വന്നിരിക്കുകയാണ്. സിദ്ധാർത്ഥ് കല്യാണിയെ വിട്ടുകൊടുക്കുമോ ഇല്ലയോ? കല്യാണി സിദ്ധാർത്ഥിനോ ഭാസ്കറിനോ? അല്പസമയത്തിനുള്ളിൽ അറിയാം. 15% ഗ്രോത്ത് ഓവർ ദ ലാസ്റ്റ് ഇയർ. സർ, നിങ്ങളെ കാണാൻ ഭാസ്കർ എന്നൊരാൾ വന്നിട്ടുണ്ട്. ഇപ്പൊ കാണാൻ പറ്റില്ലെന്ന് പറ. ഓക്കെ സർ. മിസ്റ്റർ സ്റ്റീഫൻ, യുവർ പെർഫോമൻസ് ഹാസ് ടു ബി കോൺട്രിബ്യൂട്ടഡ് അലോങ് വിത്ത് മൈ ടാലന്റ് ബോത്ത്. സോറി, എന്റെ പേര് ഭാസ്കർ. ഞാൻ എനിക്ക് വേണ്ടി വന്നതല്ല, നിങ്ങൾക്ക് വേണ്ടി വന്നതാണ്. ഞാൻ കുടിക്കണ ബീറും നിങ്ങളുടെ ലവറുടെ പേരും ഒന്നായതുകൊണ്ട് ഒന്നും പറയണ്ട. ഗെറ്റ് ലോസ്റ്റ്. സിദ്ധാർത്ഥ് സാർ, I said you get out.
rascal. നമസ്കാരം. പ്രധാന വാർത്തകൾ. നടി കല്യാണിയുടെ പ്രണയബന്ധത്തിൽ പുതിയ വഴിത്തിരിവ്. നടിയുടെ മുൻ കാമുകൻ സിദ്ധാർത്ഥിനെ ഇപ്പോഴത്തെ കാമുകൻ ഭാസ്കർ അവരുടെ ഓഫീസിൽ ചെന്ന് കയ്യും കറിഞ്ഞു വിട്ടും ക്യാമറ തല്ലി പിടിക്കും. അവന്റെ കാര്യം കഴിഞ്ഞ് സിദ്ധാർത്ഥിന്റെ ഓഫീസിൽ നിന്നും നമ്മുടെ റിപ്പോർട്ടർ ശ്രീറാം എന്തു പറയുന്നെന്ന് നമുക്ക് കേൾക്കാം. ശ്രീറാം, അവിടെ എന്താണ് നടക്കുന്നത്? വിശദാംശങ്ങൾ പറയാം. സിനിമയിൽ പോലും കാണാത്ത ഒരു സ്റ്റണ്ടാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കല്യാണി വിട്ടുകൊടുക്കൽ എന്ന് പറഞ്ഞ മുൻ കാമുകൻ സിദ്ധാർത്ഥിനെ ഇപ്പോഴത്തെ കാമുകൻ ഭാസ്കർ മർദ്ദിക്കുന്ന കാഴ്ചയാണ്. ഗോസിപ്പ് ടിവിക്ക് വേണ്ടി ക്യാമറമാൻ രാവണനോടൊപ്പം സുന്ദർ ശ്രീറാം. ഇവന്റെ അടുത്തൊന്നും അടിമേടിക്കാത്തപ്പോ ഞാൻ മാത്രമേ ഉള്ളൂ. നിന്റെ അച്ഛൻ ആരെങ്കിലും അടിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാവും. നീയും നിന്റെ മുത്തച്ഛനും അച്ഛനെ തെറ്റിദ്ധരിച്ചിരിക്കുക. ആകാശ്, ഇതാണോ നിന്റെ അമ്മ? നിന്റെ അച്ഛന്റെയും ഈ പുതിയ അമ്മയുടെയും കല്യാണപ്പഴ. ഏയ്, നിനക്കെന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ആകാശിന്റെ അച്ഛനോട് പോയി ചോദിക്ക്. ആകാശ്, നീ ചെല്ല്. നീ ആരടി മേരിക്കോമോ? കൈ എടുക്കടാ. എടുത്തില്ലെങ്കിൽ എടുപ്പിക്കും ഞാൻ. ദേഹത്ത് കൈ വെക്കുന്നു. അവനോട് വീട് ആകാശ്. വീട് വാ, പോവാ. വരൂ ഭാസ്കർ, നിങ്ങളെയും ശിവാനിയുടെ അമ്മയെയും വെയിറ്റ് ചെയ്യുമായിരുന്നു. എന്തുപറ്റി? എന്ത് പറ്റിയെന്നോ? ദേ നോക്ക്, എന്റെ മോന്റെ മൂക്ക് അടിച്ചു പിടിച്ചിരിക്കുന്നേ. എന്തിനടിച്ച്? അഹങ്കാരം. പെൺകുട്ടിയാണോ അവള്? നിന്നെ. പ്ലീസ് മാഡം, നീ പറ, എന്തിനാ നിന്നെ അടിച്ചേ? എന്റെ മോൻ വെറുതെ നിൽക്കുമായിരുന്നു. ഒരു കാര്യമില്ലാതെ അവള് വന്ന് ഇടിച്ചതാ. വെറുതെ ഇരിക്കണ ആരെങ്കിലും വന്ന് അടിക്കൂ? നീ എന്തെങ്കിലും തെറ്റ് ചെയ്തോ? തെറ്റ് ചെയ്തത് അവള്. എന്നിട്ട് ഇവനോട് എന്തിനാ ചോദിച്ചോണ്ടിരിക്കുന്നേ? മാഡം, അങ്കിൾ, ഇവനാ ആകാശിനെ കളിയാക്കാന്നും പറഞ്ഞ് ഞങ്ങളെ വിളിച്ചോണ്ട് വന്നത്. എങ്ങനെ ഇവനെ കളിയാക്കേ? നിങ്ങൾക്ക് ആക്ടേഴ്സ് കല്യാണിക്ക് എപ്പോഴാ കല്യാണമെന്ന് ടീസ് ചെയ്തു. ഞാൻ വേണ്ടെന്ന് പറഞ്ഞിട്ട് എന്റെ കൈ പിടിച്ച് തിരിച്ചു. അതുകൊണ്ടാ ഇടിച്ചേ. അതിന് ഒരു ആൺകുട്ടിയെ കൈ നീട്ടി അടിക്കാമോ? അച്ഛനില്ലാത്ത കുട്ടിയല്ലേ, വളർത്തിയതും അങ്ങനെയായിരിക്കും. നിന്നെ വെരി ഗുഡ്. ഇങ്ങനെ തന്നെ വേണം. പെമ്പിള്ളേരുടെ മേൽ കൈവച്ച അടിക്കണം. അതാ അവളും ചെയ്തത്. അമ്മയുണ്ടോ അച്ഛനുണ്ടോ എന്നുള്ളതിലല്ല കാര്യം. പിള്ളേരെ നല്ലത് പറഞ്ഞു കൊടുത്ത് വളർത്തുന്നതില്ല. നിങ്ങൾ അവനൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് അവൻ ഈ കുട്ടിയുടെ മേൽ കൈവച്ചത്. കറക്റ്റ്. ഭാസ്കർ സാർ പറഞ്ഞതാ കറക്റ്റ്. ശിവാനി ഒരു തെറ്റും ചെയ്തിട്ടില്ല. പ്രോബ്ലം സോൾവ്ഡ്. എല്ലാവർക്കും ക്ലാസ്സിൽ പോവാം. ഓക്കെ, ബ്യൂട്ടിഫുൾ. അച്ഛാ, ആ, അച്ഛാ, എന്താടാ? അച്ഛാ, താങ്ക്സ് അച്ഛാ. നിന്നെ പോലൊരു മോൾ എനിക്ക് വേണമായിരുന്നു. ഇത് നോക്ക്, ആകാശം തെറ്റ് ചെയ്താലും ഇതുപോലെ തന്നെ ചെയ്യണം. ഓക്കെ? ശരി അച്ഛാ. അമ്മ വരാത്തത് നന്നായി. അമ്മ എങ്ങാനും വന്നിരുന്നെങ്കിൽ ഈ സ്കൂളിൽ നിന്ന് മാറ്റിയേനെ. മോള് വിഷമിക്കണ്ട, ഞാൻ അമ്മോട് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നാളെ അമ്മേനെ വിളിച്ചുകൊണ്ട് സ്കൈവാക്കിൽ വരാം. അച്ഛനും വരുവോ? ഓക്കെ, പ്രോമിസ്. പ്രോമിസ്. ഇത്രയും കോസ്റ്റ്ലി ആയ ഒരു ഫോൺ ബോധമില്ലാതെ ആരാ പൊട്ടിച്ചേ? ആര് പൊട്ടിച്ചാലും നിങ്ങൾക്കെന്താ? അതെ അതെ, ആര് പൊട്ടിച്ചാ നമുക്കെന്താ? മോള് നന്നായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ. ശിവാനി, അവിടെ പോയിരുന്നേ, പോ. ഇതുപോലത്തെ ഫോൺ തന്നെ വേണോ? വേറെ ധാരാളം ഉണ്ടല്ലോ. ഇവിടെ നോക്ക്, ചോദിച്ചത് തന്നാ മതി. ഓക്കെ, ഇതാ പിടിച്ചോളൂ.
സോറി 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 സോറി. ഇഡിയറ്റ്, സ്കൗണ്ടറൽ, ബ്ലഡി ഫൂൾ. ബോധമില്ലേ നിനക്ക്? കഴുതേ. ശിവാനി എന്തായി കാണിക്കുന്നത്? ഭ്രാന്താണോ? എനിക്കല്ലടെ ഭ്രാന്ത്, നിന്റെ അമ്മയ്ക്കേ ഭ്രാന്ത്. ശിവാനി, ശിവാനി. ഞാൻ തട്ടിയത് നിന്റെ അമ്മ എന്നെ എൻജോയ് ആയിട്ട് മിണ്ടാണ്ടിരിക്കുന്നു. നിനക്കെന്താ കുഴപ്പം? ശിവാനി. Hello everyone. Today we are here to speak about Benelli. Benelli is an international automobile brand which was developed in Madam. ഇപ്പൊ എന്താ? ഞാൻ അവരുടെ കൂടെ വഴക്കിന് പോകാതാണോ നിന്റെ പ്രശ്നം? അല്ല, ബാഡ് വേർഡ്സ് ഒക്കെ യൂസ് ചെയ്തല്ലോ. ഇതൊക്കെ എവിടുന്നാ നീ പഠിച്ചേ? ഞാൻ ബാഡ് വേർഡ്സ് പറഞ്ഞാണോ തെറ്റ്? അവൻ അമ്മേനെ ഇടിച്ചതിൽ വിഷമമില്ലേ? വിഷമിച്ചിട്ട് ഇപ്പൊ എന്താ കാര്യം? ഇപ്പൊ തന്നെ നീ കണ്ടില്ലേ, ചുറ്റിന് നിന്നവരൊക്കെ നോക്കി നിൽക്കായിരുന്നില്ലേ? അതിൽ ആരെങ്കിലും ഒന്ന് പ്രതികരിച്ചോ? അതാണ് നമ്മുടെ സൊസൈറ്റി. കഴിക്കേ. അപ്പൊ ആ റൗഡി പറഞ്ഞ പോലെ ഞാനത് എൻജോയ് ചെയ്തു എന്ന് നിനക്ക് തോന്നിയോ? ശരി ശരി, അമ്മ കരയണ്ട, ഞാൻ കുടിച്ചോളാം. Motorcycle design from different countries. Also invite another country. എന്താ നോക്കുന്നേ? അറിയാതെ തൊട്ടാന്ന് വിചാരിച്ചോ? അറിഞ്ഞോണ്ട് തന്നെയാ തൊട്ടത്. അറിയാതെ ഒഴിച്ചാന്ന് വിചാരിച്ചോ? അറിഞ്ഞോണ്ട് തന്നെയാണോ ഒഴിച്ചേ? തെണ്ടി. മമ്മി, മമ്മി, മമ്മി. Now enjoy the ride. മമ്മി, മമ്മി. ശിവാനി. ഭാസ്കർ സാർ, എന്തിനാണ് അവരെ അടിക്കുന്നത്? അടി കൊണ്ടവനോട് ചോദിക്കേ. എന്തിനാ നിങ്ങൾ അടിക്കുന്നത്? അടിച്ചവനോട് പോയി അടിച്ച അവനോ? എന്നോട് ചോദിക്കാൻ ഞാൻ പറയാം. പാർത്ഥ സാരഥി ഫ്രം ട്രിപ്പിളിക്കൻ. സുഖമല്ലേ? ഈ റൗഡി പിള്ളേര് ആ ചേച്ചിയെയും അവരുടെ കുട്ടിയെയും വല്ലാതെ ശല്യം ചെയ്തു. ഈ ജെന്റിൽമാൻ വന്നിട്ട് ഈ കാട്ടാളന്മാരെ നന്നായിട്ട് അങ്ങോട്ട് പെരുമാറി. ദാറ്റ് ഇസ് എ പ്രോബ്ലം ഓഫ് അവർ കൺട്രി. നോ സേഫ്റ്റി ഫോർ വിമൺ. എല്ലാരും പോയോ?